to a new vlog with me, Limu. ഞങ്ങളിന്ന് ബേക്കൽ സ്പോട്ട് ഇവിടെ ചെറിയ ചെറിയ മിനിയേച്ചർ ഫുഡ് ഷോപ്പ് നമ്മുടെ വില്ലേജസൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. സമ്മറായി നല്ല വെയിലാണ്. ഇപ്പോൾ ഏകദേശം മണി 3 5:30 ഇവിടെ ക്ലോസ് ചെയ്യും. അതിനോട് നമുക്ക് അകത്ത് കയറി കാണാം. ഇങ്ങനെ നമ്മളുടെ ലണ്ടനിലുള്ള എല്ലാ സാധനങ്ങളുടെയും ചെറിയ ചെറിയ മിനിയേച്ചർ ആയിട്ടുള്ള രീതിയിൽ അവർ അത്യാവശ്യം ഇതിനകത്തുണ്ടെന്നാണ് കേട്ടത്. കയറി കണ്ടു നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. സോ ഹായ്, ഹലോ, കം പോയി ടിക്കറ്റ് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ചേട്ടാ ഇതാ ടിക്കറ്റ് എടുക്കുന്നു. നമ്മൾ 2 അഡൽട്ടും ഒരു ചെറിയ ആളും. എത്രയായി? 32 പൗണ്ടായി. നമുക്കിനി നടന്നിട്ട് അവിടെ ട്രെയിനുണ്ട്, നമുക്ക് ട്രെയിൻ കയറാൻ പോവാം. ഈ ടിക്കറ്റ് സ്റ്റേഷൻ തന്നെ ചെറിയൊരു ട്രെയിനിൻ്റെ ബോഗി പോലെയാണ് ഇരിക്കുന്നത്, കേട്ടോ. 360 please. 360 is fine. അങ്ങനെ അവർ നമ്മളെ കയറിയ സ്റ്റേഷനിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ എല്ലാ കുഞ്ഞി ട്രെയിനിൽ ഇവിടെ ഒരാൾ പറഞ്ഞോക്കി. ഇനി നമ്മളിവിടെ നിന്ന് എല്ലാം നടന്ന് കാണാം. നല്ല വെയിലുണ്ട്, നല്ല അസൽ വെയിലാണ്. ഹായ് ചേട്ടായി. ഹായ് ലിമു. ഹായ് മമ്മി. ലോകത്തിലെ ആദ്യത്തെ മോഡൽ വില്ലേജ് ആണ് ഇത്. 1929 ഇത് ഓപ്പൺ ആയത്. ആ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഐഡിയൽ വേർഷനാണ് ഇവിടെ സൂക്ഷിച്ചേക്കണത്. ഇങ്ങനെ കണ്ട ചെറിയ ചെറിയ കാസില്, അതുപോലെ കുഞ്ഞി കുഞ്ഞി വീടും കടയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഓരോരോ വില്ലേജ് പോലെയാണ് അവരത് ചെയ്തു വെച്ചേക്കുന്നത്. ശരിക്കും ഇത് ശരിക്കും ലണ്ടൻ അല്ല കേട്ടോ, ബക്കിംഗ്ഹാം ഷെയർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ലണ്ടനിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് ഇങ്ങടേക്ക്. നമ്മളുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ 1:12 റേഷ്യോയിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. വെള്ളച്ചാട്ടവും മൗണ്ടൻസും വാലീസും അങ്ങനെ അത്യാവശ്യം സാധനങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് 7 മോഡൽ ടൗൺ ആണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അതായത് ഓരോ ഗ്രാമത്തിലും അതിൻ്റെ പോലത്തെ രീതിയിലുള്ള കച്ചവട സ്ഥലങ്ങളും പള്ളിയും സ്കൂളും കൃഷിസ്ഥലങ്ങളും മറ്റേ പ്ലേ ഗ്രൗണ്ടും അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെതായ എല്ലാ സാധനങ്ങളും അവിടെ കാണിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും ട്രെയിൻ കാണാം കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ റെയിൽവേ ട്രാക്ക് സെറ്റ് ചെയ്തിട്ട് ഒരേ സമയം കുറേ ട്രെയിൻ ഇതിൽ കൂടി ഓടുന്നുണ്ട്. കുറേ സ്റ്റേഷനുണ്ട്. ഇവിടെ മാത്രമല്ല, കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ വേറെയും നമുക്ക് ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. പ്ലേ ഗ്രൗണ്ടൊക്കെ കണ്ട് ഇവിടെ ആൾക്കാരെയൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങോട്ട് വരണോ വേണ്ടോ എന്ന് കുറേ ആലോചിച്ചായിരുന്നു കേട്ടോ.
വന്നു കഴിഞ്ഞാൽ ബോറടിക്കുമോ, കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേർത്തായിരുന്നു ശരിക്കും. എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിട്ട്. അവനാണെങ്കിലും ഓടി നടന്നെല്ലാം കാണുന്നുണ്ട്, നമുക്കാണെങ്കിലും കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുമെല്ലാം. പല പല ടൈപ്പാണ് എല്ലാ ബിൽഡിങ്ങും. ഓരോ ഗ്രാമത്തിനും അവർ പാർലമെൻറ്റിൻ്റെ ഇതൊക്കെ കണ്ടു. ഇവിടെ ഈ റെയിൽവേയുടെയും കേബിൾ കാറിൻ്റെ ഒക്കെ വർക്കിംഗ് മോഡിൽ നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. ശരിക്കും 10 സ്കെയിൽ മൈൽ നീളമുള്ള ട്രാക്കാണ് പല ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ട ഗുഡ്സ് ട്രെയിൻ പോലെ കൽക്കരിയൊക്കെ ഇട്ട് പോയതാണ്. അവിടെ പാസഞ്ചർ ട്രെയിൻ പോലെ ഓടുന്നത് വേറെ ഉണ്ട്. ഇവിടെ പള്ളിയുണ്ട്. Look, there is a church here. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ എല്ലാ മിനിയേച്ചർ ഫോമിൽ നമുക്ക് ആദ്യം തന്നെ ട്രെയിൻ യാത്രയ്ക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് അവർ മൊത്തത്തിൽ കൊണ്ട് കാണിച്ചു തരും. അത് കഴിഞ്ഞ് നമുക്കെല്ലാം നടന്ന് കാണാം. നല്ല വെയിലുണ്ട്, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലിംബു. സേ ബൈ. ബൈ.